ഇന്ന് അത്താഴം 5. മക്കൾക്ക് കഞ്ഞും നെല്ലിക്കയുടെ അച്ചാറും കൊടുത്ത് ഞാൻ അവലും ഈന്തപ്പഴവും കഴിച്ചു. ഇതായിരുന്നു നമ്മുടെ അത്താഴത്തിനുണ്ടായിരുന്നത്. രാവിലെ ഒരു 7:30 ആയപ്പോൾ മോനെ ട്യൂഷന് കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. പിന്നെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ടും അനിയത്തിക്കുട്ടിയായിട്ടുള്ള ശ്വേത. നാളെ പിറന്നാളായിരുന്നു. ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്ത് അതിനാണ് 50-ന് 500-ൻ്റെ എക്സ്പ്രഷൻ ഇടുന്നത്. മുമ്പത്തെ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വലിയ ക്ഷീണമില്ലായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പം വീട്ടിൽ കയറി ഇതിൻ്റെ ഉപ്പ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വണ്ടിയിലൊക്കെ വെച്ചിട്ടാണ്. നമ്മൾ ഉമ്മയും ഉള്ള സമയമാണ് നമ്മളെ ഏറ്റവും നല്ല സമയം. പിന്നെ വീട്ടിൽ എത്തി ഉപ്പന്നെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മുട്ട ബജി ഉണ്ടാക്കിയപ്പോൾ ഉപ്പാക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഉപ്പന്നെ കുറച്ച് മുട്ടയൊക്കെ മേടിച്ച് തന്ന് ഞാൻ വന്ന് വേഗം പുഴുങ്ങി. അപ്പോൾ അതാ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. വീട്ടിലേക്കുള്ളത് ഫസ്റ്റ് എടുത്ത് വെച്ച് പിന്നെ ഇതിലേക്ക് ചെറുതായിട്ടൊരു ചട്നി ഉണ്ടാക്കി നോക്കി. ഒരു പരീക്ഷണം മാത്രം, വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബാങ്ക് വിളിച്ച് ഈന്തപ്പഴം വെച്ചും വെള്ളം വെച്ചും സാധാരണ പോലെ നോമ്പ് തുറന്നു. തണ്ണിമത്തൻ്റെ ജ്യൂസായിരുന്നു ഇന്നും. പിന്നെ ഓറഞ്ച് ഇരിക്കുന്നത് കണ്ടപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ കഴിച്ചത്, ഞങ്ങളിവിടെ മസാല അടി എന്ന് പറയും, അതുണ്ടാക്കി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവർക്ക് ബിരിയാണിയും എനിക്ക് കപ്പയും ചിരങ്ങേൻ്റെ ഇല താളിച്ചതും നേരത്തെ ചട്നിയും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. എന്നും പറയുന്ന പോലെ പ്രാർത്ഥനയിലുള്ളൂ.